സംസ്ഥാനത്ത് മയക്കുമരുന്ന് വേട്ട കർശനമാക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി വി എൻ വാസവൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. എക്സൈസിന്റെ ഡിജിറ്റൽ സെല്ലിനെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി സംസ്ഥാന ഡിജിറ്റൽ സർവകലാശാല വഴി പരിശീലനം നൽകുന്നുണ്ടെന്നും ചെക്ക് പോസ്റ്റുകളിൽ കർശന നിരീക്ഷണം നടത്തിവരികയാണെന്നും വി എൻ വാസവൻ പറഞ്ഞു. എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി 15 വർഷം കാലപ്പഴക്കമെന്ന വാഹനങ്ങൾ പിൻവലിച്ച് പുതിയ 66 മഹേന്ദ്ര ബൊലേറോ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പിലെ ആശയവിനിമയം വേഗത്തിലാക്കുന്നതിനായി എറണാകുളം, പാലക്കാട് ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ ജില്ലകൾക്ക് കൂടി ഡിജിറ്റൽ വയർലെസ് സിസ്റ്റം സ്ഥാപിച്ചു. എക്സൈസ് വകുപ്പിന്റെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പിസ്റ്റലുകളും തിരകളും വാങ്ങിയിട്ടുണ്ട്. കണ്ടെടുക്കുന്ന കേസുകളുടെ ശാസ്ത്രീയമായ അന്വേഷണം സുഗമമാക്കുന്നതിനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 ചോദ്യം ചെയ്യൽ മുറികൾ സ്ഥാപിച്ച എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി മയക്കുമരുന്നിന്റെ ഉപയോഗം തിരിച്ചറിയാൻ സഹായിക്കുന്ന 1700 ഡ്രഗ് ഡിറ്റൻഷൻ കിറ്റുകളും കണ്ടെടുക്കുന്ന മയക്കുമരുന്നിന്റെ തരം തിരിച്ചറിയുന്നതിനുള്ള 144 കിറ്റുകളും വാങ്ങി. എക്സൈസ് വകുപ്പിന്റെ സൈബർ സെല്ലിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ച് തടയുന്നതിനുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ കേരള പോലീസുമായി സഹകരിച്ച് നടത്തുകയും അന്വേഷണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനിക സൈബർ ഫോറൻസിക് ഉപകരണങ്ങളും CDR അനലൈസറുകളും വിതരണം ചെയ്ത് നടത്തിയിട്ടുണ്ട്.